മോനെ. കടിയന്റെ ഗുഹയിൽ നിന്നും കരച്ചിൽ. കടിയൻ ചത്തു ചത്തേ. ഏയ് ഇങ്ങു വാ. ഇതേ കടിയൻ. ആരാ ചത്തത്? അത് എന്റെ ഒരു അപ്പൂപ്പന്റെ അപ്പൂപ്പൻ മഹാപോക്കിലായിരുന്നു. അപ്പൂപ്പന്റെ അപ്പൂപ്പൻ ഇപ്പോഴാ ചാകുന്നത്? അല്ലല്ല, കുറെ കാലമായി ചത്തിട്ട്. ആ കാര്യം ഞാൻ ഇപ്പോഴാ ഓർത്തത്. ഈ കടിയാ മോനെ. ആരാ കരയുന്നത്? എന്റെ അമ്മൂമ്മ സ്ഥലത്തുണ്ട്. അമ്മൂമ്മയ്ക്ക് എപ്പോഴും ഒരേ സങ്കടം വരും. ഒരു കാര്യം ചെയ്യ, നിങ്ങൾ ഇവിടെ നിന്ന് അമ്മൂമ്മയുടെ സങ്കടം തീർക്കുക. ഇത്ര നേരമായിട്ട് ഒരു മുട്ട പോലും കിട്ടിയില്ല. പണ്ട് എത്ര മുട്ട തിന്നതാ. പോയി അമ്മൂമ്മയ്ക്ക് മുട്ട കൊണ്ടുപോവാ. തല മാന്തി തരാൻ പോലും ആരുമില്ല. പണ്ടൊക്കെ അമ്മ മാന്തി തരുമായിരുന്നു. ഈ നിർഭാഗ്യം ഒരു കടുവാപ്പുറത്ത് കയറാൻ പണ്ട് മുതലേ മോഹിച്ചിട്ട് നടന്നിട്ടില്ല. എനിക്കൊരു കഥ പറഞ്ഞു തരാൻ പോലും ആരുമില്ല. പണ്ടൊക്കെ എന്തോരം കഥ കേട്ടതാ. സൂത്ര, താനൊരു കഥ പറഞ്ഞോട്. സംഗതി മാനസികമാ. ഈ മരുന്ന് കൂടെ സങ്കടവും കരച്ചിലും മാറും. ചേട്ടാ, മരുന്ന് കഴിച്ചു. അമ്മ കുറെ നേരമായിട്ട് കരയുന്നില്ല. എന്റെ ഓർമ്മ പോയേ. പിന്നെ അടിയാ മോനെ, എന്തോ തിന്നപ്പോ എന്റെ ഓർമ്മ പോയേ. എന്ത് മരുന്നാണോ എന്റെ അമ്മൂമ്മയ്ക്ക് കലക്കി കൊടുത്തത്? അമ്മൂമ്മ ഓർമ്മ കിട്ടുന്നുണ്ടോ? ഇല്ല മോനെ, കംപ്ലീറ്റ് പോയി. ഇത്ര നേരമായിട്ട് മണി പോലെ ഓരോന്ന് ഓർമ്മിച്ചോണ്ടിരുന്നതാ. പക്ഷെ ഇപ്പോ കരയാൻ പോകുമ്പോഴല്ലേ ഒരൊറ്റ സങ്കടം പോലും ഓർമ്മ വരുന്നില്ല മോനെ. നിക്ക് സൂത്ര, ഞാനും വരുന്നു. എന്തിനായിരുന്നു കടിയന്റെ ഇന്നത്തെ ഇടി എന്ന് പോലും മനസ്സിലായില്ല. എന്താ കാര്യമെന്ന് ഞാൻ പോയി ചോദിച്ചാലോ? വേണ്ട വേണ്ട, താൻ പോയി മൂന്നാമതിനെ കണ്ട വല്ല മരുന്നും മേടിച്ചോണ്ട് വാ. നമസ്കാരം നമസ്കാരം. ഫവാൻ എന്താണ് വെയിലത്ത് അസ്വസ്ഥനായിരിക്കുന്നത്? ഫവാൻ ഇങ്ങനെ സംസാരിക്കരുത്. ആരോട് സംസാരിക്കുമ്പോഴും ഒരു ബഹുമാനം വേണ്ടേ? മറ്റുള്ളവരെ ബഹുമാനിക്കൂ, സമാധാനം തന്നെ കിട്ടും. താൻ എന്നല്ല, ഫവാൻ എന്ന് പറയൂ. അതാണ് മാന്യത. മാന്യതയോടെ സംസാരിച്ചാലേ സമാധാനം കിട്ടൂ. സൂത്ര, മരുന്ന് കിട്ടി. ഇടി കിട്ടിയ ഉടനെ കഴിക്കാനാ പറഞ്ഞത്. ഫവാന്റെ സുഹൃത്താണോ ഈ കടുവ ജ്യേഷ്ഠൻ? ഇടി കിട്ടിയിട്ട് മരുന്ന് കഴിക്കുന്നതിനേക്കാൾ നല്ലത് ഇടി കിട്ടാതെ നോക്കുന്നതല്ലേ. സൂത്രം കുറുക്കനെ സഹായിക്കാൻ ഈ ഫവാന് പറ്റും. പറ്റുമോ? തീർച്ചയായും പറ്റും. ഫവാൻ എന്ന് ഉറക്കെ അലറിയാൽ സൂത്രനെ ഇടിക്കാൻ വരുന്നവർ പേടിച്ചോടില്ലേ? അത് ഞാൻ അറിഞ്ഞില്ല. ഞാൻ പറഞ്ഞ കാര്യം പരീക്ഷിക്കാൻ പറ്റിയ സന്ദർഭം. ഫവാൻ എന്ന് ഉറക്കെ അലറിയാൽ സൂത്രൻ രക്ഷപ്പെടും. എന്റെ മോൻ മണ്ടനാണെന്ന് നീ പറഞ്ഞു അല്ലേ? ഞാൻ പറഞ്ഞതെല്ലാം മറന്നോ? പക്ഷേ ഒരു സംശയം, ഈ ഫവാൻ എവിടുത്തുകാരനാ? എപ്പോഴാ വരുന്നത്? 5 പേരും ദാ ഇവിടെ നിന്നാ മതി. ഞാൻ കടിയനെ വിളിച്ച് അവിടെ കൊണ്ടുവരാം. എന്നിട്ട് ഞാൻ ചോദിക്കും, ലോകത്തിലെ ഏറ്റവും വലിയ ധീരനാരാ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? മിടുക്കന്മാർ. കടിയൻ ആനയെ ഇടിച്ചു വീഴ്ത്തുന്ന ശബ്ദം എന്താ എന്ന് ചോദിച്ചാലോ? മതി, ഇത്രയും കണ്ടാൽ തന്നെ കടിയന് സന്തോഷമാവും. ആ ദുഷ്ടനെ സോപ്പിടാൻ പറ്റിയ ഇതിൽ നല്ല ഐഡിയ കിട്ടില്ല. വാ ചേട്ടാ, ഏത് കാര്യവും എഴുതി കാണിച്ച് തരുന്നവരാ. നോക്കിയാട്ടെ, ലോകത്തിലെ ഏറ്റവും വലിയ ധീരനാരാ? മിടുക്കന്മാരെ. ഇനി കടിയൻ ചേട്ടൻ ആനയെ ഇടിച്ചു വീഴ്ത്തുന്ന ശബ്ദം കാണിക്ക്. ഇതൊക്കെ ഇവന്മാരെങ്ങനെ പഠിച്ചു? കടിയൻ ചേട്ടനെ പറ്റി ആർക്കാ അറിയാത്തത്? ഇനി ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കാം. കിളി എന്നതിനെ വേറൊരു വാക്ക് കാണിക്കൂ. അടുത്ത ചോദ്യം, മീനിന്റെ വേറൊരു പേര് കാണിക്ക്. ഇനി 12 എന്ന് എഴുതി കാണിക്കു പിള്ളേരെ. പറ്റില്ലെന്നോ?
ദേ പോടാന്ന്. എന്നെ കളിയാക്കാനാണോടാ നീ ഇവന്മാരെ കൊണ്ടുവന്നത്?